ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. റോഡ് സുരക്ഷയുടെ ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾക്ക് കൂടി പകുത്തു നൽകുകയാണ് ഋഷിരാജ് സിംഗ്. റോഡിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ അധികൃതരെ അറിയിക്കാൻ വിദ്യാർത്ഥികളെയും ചുമതലപ്പെടുത്തി. റോഡ് സുരക്ഷയെപ്പറ്റി കൂടുതൽ അവബോധമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കാൻ ഇത്തരം നടപടികൾ കൊണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. അകാലത്തിൽ മരണപ്പെടുന്ന പോലീസ് സേനാംഗങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് MK രാഘവൻ MP. ഇതിന് പോലീസ് സംഘടനകൾ നേതൃത്വം നൽകണമെന്നും അദ്ദേഹം. അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്ന് വൈദ്യുതി വിജിലൻസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. സംസ്ഥാന സ്കൂൾ കലോത്സവം കർശന സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ. പുതിയ വിഭവങ്ങൾ അണിയിച്ചൊരുക്കി പാചകരാജാവ് പഴയിടം മോഹനൻ നമ്പൂതിരിയും. വാർത്തകൾ വിശദമായി. മുഖ്യവേദിയായ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട് ഉൾപ്പെടെ 18 വേദികളിലായി 1850 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യവേദിയായ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട് ഉൾപ്പെടെ 18 വേദികളിലായി 1850 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെ സഹായിക്കുന്നതിനായി സ്കൂളിൽ നിന്നും മറ്റുമായി SPC, NSS ഉൾപ്പെടെയുള്ള വളണ്ടിയർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇവരെ പോലീസിനോടൊപ്പം വിവിധ വേദികളിൽ 3 ഷിഫ്റ്റുകളായി നിയമിച്ചിരിക്കുന്നു. കൂടാതെ വനിതാ പോലീസ് ഉൾപ്പെടെ 1000ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും നിയമിച്ചിരിക്കുന്നു. വേദികളിൽ 40ഓളം CCTV ക്യാമറകളും ഒരുക്കിയിട്ടുണ്ട്. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നിരീക്ഷിക്കുന്ന തരത്തിലാണ് CCTV സജ്ജീകരിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ സ്ഥലങ്ങളിലും ഷാഡോ പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു തോന്നിയാസം കളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പോലീസിനെ പിടിക്കാൻ സാധിക്കുന്നുള്ള ഒരു ഉണ്ടാകാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ മദ്യപിച്ച് ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാണ്, മദ്യപിച്ചോ അതല്ലേ രീതിയിലുള്ള ഏതെങ്കിലും നാർക്കോട്ടിക് ടാക്സ് ഉപയോഗിച്ചോ ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസ് കാണിക്കുന്ന ആൾക്കാരെ കയ്യോടെ തന്നെ പോലീസ് പിടിക്കും. പോലീസ് വ്യാപകമായ രീതിയിൽ ആൽക്കോമീറ്റർ, സംശയമുള്ള ആൾക്കാരിൽ നമ്മൾ ആൽക്കോമീറ്ററിൽ പരിശോധിച്ചിട്ട് അവരുണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് അവിടെ സ്ഥലത്ത് നിന്ന് റിമൂവ് ചെയ്യുന്നതാണ്. വേദിയിലും പരിസര പ്രദേശങ്ങളിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുവാനും ഉത്തരവിട്ടിട്ടുണ്ട്. വേദികളുള്ള സ്ഥലങ്ങളിൽ 30 കിലോമീറ്റർ വേഗത്തിൽ മാത്രം വാഹനങ്ങൾ സഞ്ചരിക്കാവൂ. കൂടാതെ രാമനാട്ടുകര, എലത്തൂർ, കുന്നമംഗലം എന്നീ പ്രദേശങ്ങളിൽ 40ഓളം പെട്രോളിംഗും ഏർപ്പെടുത്തിയിരിക്കുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് പറഞ്ഞു. അകാലത്തിൽ മരണപ്പെടുന്ന സേനാംഗങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് MK രാഘവൻ MP. ഇതിന് പോലീസ് സംഘടനകൾ നേതൃത്വം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരിക്കെ മരണമടഞ്ഞ സോമന്റെ കുടുംബസഹായ നിധി വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അകാലത്തിൽ മരണമടഞ്ഞ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോമന്റെ കുടുംബത്തിനുള്ള ധനസഹായം വിതരണം ചെയ്തു. പോലീസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ പാർലമെന്റ് അംഗം MK രാഘവൻ കുടുംബസഹായ നിധി വിതരണം ഉദ്ഘാടനം ചെയ്തു. അകാലത്തിൽ മരണപ്പെടുന്ന സേനാംഗങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിന് പോലീസ് അസോസിയേഷൻ നേതൃത്വം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രധാനപ്പെട്ട കടമയാണ്. അത് സംസ്ഥാന സർക്കാർ അസോസിയേഷൻ ഏറ്റെടുക്കണമെന്നാണ് നിർദ്ദേശം. പറ്റുമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് കാര്യം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി. KPOA ജില്ലാ പ്രസിഡന്റ് P ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. KPA ജില്ലാ സെക്രട്ടറി E ജയരാജൻ, സംസ്ഥാന ട്രഷറർ V മുരളീധരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PT ശശിധരൻ, PK ബാലസുബ്രഹ്മണ്യൻ, C വിനായകൻ, VV ഇസ്മായിൽ, KS ശരത് ബാബു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.
സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എല്ലാ വേഷക്കാരും ഒന്നിക്കുന്ന വേദിയാണ് ഊട്ടുപുര. ഇവിടെ മത്സരിക്കുന്നത് വിഭവങ്ങളാണ്. വിധികർത്താക്കളും മത്സരാർത്ഥികളും മത്സരിക്കുന്ന എല്ലാ വിഭവങ്ങളും അണിയിച്ചൊരുക്കുന്നത് പതിവ് പോലെ പാചകരാജാവ് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ്. ഒരു നേരം 3000 പേർ, ഒരു ദിവസം 50,000 പേർ, 7 ദിവസം കൊണ്ട് 4 ലക്ഷം പേർ. സംസ്ഥാന സ്കൂൾ യുവജനോത്സവ ഊട്ടുപുരയിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവരുടെ ഏകദേശ കണക്കാണിത്. ഉദ്ഘാടന ദിവസമായ 15-ന് രാവിലെ ഉപ്പുമാവ് വിളമ്പി ഊട്ടുപുരയ്ക്ക് തുടക്കമാകും. 7 ദിവസവും 7 തരത്തിലുള്ള വിഭവങ്ങളാകും സദ്യയ്ക്കായി ഒരുക്കുകയെന്ന് പാചകത്തിന് നേതൃത്വം നൽകുന്ന പഴയിടം മോഹന നമ്പൂതിരി പറയുന്നു. ഊണിനുള്ള വിഭവങ്ങൾ സാമ്പാർ, പുളിശ്ശേരി, മോര, രസം എല്ലാ ദിവസവും ഉണ്ട്. ആ കൂട്ടത്തിൽ അവിയൽ അല്ലെങ്കിൽ തീയൽ അല്ലെങ്കിൽ കൂട്ടുകറി അല്ലെങ്കിൽ എരിശ്ശേരി അങ്ങനെ ഏതെങ്കിലും ഐറ്റം ഉണ്ടാവും. ഒരു പച്ചടി അല്ലെങ്കിൽ കിച്ചടി എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ തോരനുണ്ടാവും, ഉപ്പിലിട്ട് 2 ഐറ്റം ഏതെങ്കിലും ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, പായസം ഉണ്ടാവും. ഇത്ര ഐറ്റം. ഷുഗർ ഫ്രീ പായസം ഡയബറ്റിക് പേഷ്യൻസിനെ ഇതുവരെ യുവജനോത്സവ വേദിയിൽ കൺസിഡർ ചെയ്തിരുന്നില്ല. അത് കാരണം കോഴിക്കോട് എത്തിയപ്പോൾ അവരെ കൂടി കൺസിഡർ ചെയ്യണമെന്നൊരു അഭിപ്രായം വന്നുകൊണ്ട് ഒരു ദിവസം അവർക്ക് കൂടി കഴിക്കാവുന്ന രീതിക്ക് ഒരു ഷുഗർ ഫ്രീ പായസം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഷുഗർ ഫ്രീ പായസം ഇത്തവണത്തെ പ്രത്യേകതയാണ്. 24 മണിക്കൂറും വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള അടുക്കള പ്രവർത്തിക്കും. 100 പേരടങ്ങുന്ന സംഘമാണ് പഴയിടത്തെ സഹായിക്കാനായി അടുക്കളയിലുണ്ടാവുന്നത്. ഈ മേള കഴിയുന്നതോടെ 56-കാരനായ പഴയിടത്തിന്റെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം 56 ലക്ഷം കഴിയും. 55ാമത് മേളയുടെ അടുക്കളയിൽ ബുധനാഴ്ച രാവിലെ പാല് കാച്ചി. പതിവ് പോലെ ഒട്ടും ടെൻഷനില്ലാതെ തന്നെയാണ് ചൊവ്വാഴ്ച രാവിലെ തന്നെ പഴയിടം കോഴിക്കോട്ടെത്തിയത്. കലവറയിലെ സാധനങ്ങളെല്ലാം പരിശോധിച്ച് സംഘാടകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി. പാല് കാച്ചലിന് അമ്പലപ്പുഴ പാൽപായസമാണ് ഒരുക്കിയത്. അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളോ ഹെൽമറ്റ് ധരിക്കാതെ സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനങ്ങളോ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്ന് വൈദ്യുതി വിജിലൻസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. മികച്ച വിദ്യാലയത്തിനുള്ള 19ാമത് പാരഗൺ വത്സൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളോ ഹെൽമറ്റ് ധരിക്കാതെ സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനമോ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികളെയോ വിദ്യാലയത്തിലെ അധ്യാപകരെയോ അറിയിക്കണമെന്ന് വൈദ്യുതി വിജിലൻസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് 19ാമത് പാരഗൺ വത്സൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി വിതരണോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ റോഡിലൂടെയുള്ള യാത്ര വളരെ ശ്രദ്ധയോടെയാകണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവറും പിന്നെ ഈ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഡ്രൈവറിന്റെ വേഗത കൂടുതലാണെങ്കിൽ ആ വിവരം തങ്ങളുടെ അച്ഛന്മാരോടോ ഇല്ലെങ്കിൽ സ്കൂളിന്റെ ടീച്ചേഴ്സിനോട് താങ്കൾ വന്നിട്ട് പറയേണ്ടതാണ്. കാരണം നമ്മൾ നേരത്തെ ഡ്രൈവറെ നമ്മൾ ആദ്യമായിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഇയാളുടെ ഒരു ശീലമായിട്ട് മാറും. പാരഗൺ ഗ്രൂപ്പ് ചെയർമാൻ പപ്പൻ കനാട്ടി അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ മികച്ച വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട സെന്റ് മൈക്കിൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പാരഗൺ വത്സൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി ഋഷിരാജ് സിംഗ് നൽകി. ഏറ്റവും കൂടുതൽ വിജയം കരസ്ഥമാക്കുകയും വിദ്യാർത്ഥികളുടെ അച്ചടക്കത്തിലും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഫീസുകൾ ഇല്ലാതെയും തുടങ്ങിയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെന്റ് മൈക്കിൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചടങ്ങിൽ ജപ്പാനിൽ നിന്നും ഒരു സ്വർണവും വെള്ളിയും നേടിയ കായിക പ്രതിഭ എം സുജാത ടീച്ചർ, മാതൃകാ അംഗനവാടി അധ്യാപിക ലക്ഷ്മി, സാമൂഹിക പ്രവർത്തക കൂടിയായ അധ്യാപിക ഷീജ ടീച്ചർ, മാതൃകാ അധ്യാപകൻ ജിൻഡോ ചെറിയാൻ, കലാകാരി ഏഞ്ചൽ എന്നിവരെ ആദരിക്കുകയും കൂടാതെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും രോഗികൾക്ക് ചികിത്സാ സഹായവും ചടങ്ങിൽ നൽകി. പാരഗൺ ഗ്രൂപ്പ് MD സുമേഷ് ഗോവിന്ദും ലിജു സുമേഷും ചടങ്ങിൽ ഋഷിരാജ് സിംഗിനെ പൊന്നാട അണിയിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. സെന്റ് മൈക്കിൾ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ജയശീല, അഡ്വക്കേറ്റ് സുജാത S. വർമ്മ, സെന്റ് മൈക്കിൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സുജയ, സ്റ്റാഫ് സെക്രട്ടറി ഡാലിയ K. ബേബി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മിഠായി തെരുവിൽ നിർത്തിയിട്ട കാറിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. PM താജ് റോഡിലെ വ്യാപാര സമുച്ചയത്തിൽ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ട കാറിനാണ് തീപിടിച്ചത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. PM താജ് റോഡിന് സമീപം പ്രവർത്തിക്കുന്ന പാർക്കോ ടവറിനുള്ളിൽ നിർത്തിയിട്ട KL 11R 3383 നമ്പർ ടാറ്റ ഇൻഡിഗോ കാറിനാണ് ഉച്ചയ്ക്ക് 12:30 തീപിടിച്ചത്. കാറിന്റെ മുൻഭാഗം ബോണറ്റിനുള്ളിൽ പൂർണ്ണമായും കത്തിനശിച്ചു. ബീച്ചിൽ നിന്നും ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പാർക്കോ ടവറിനുള്ളിൽ ഗ്രൌണ്ട് ഫ്ലോറിൽ നിർത്തിയിട്ട കാറിൽ നിന്നും തീ പടർന്നത് കണ്ട ആളുകളാണ് ഫയർഫോഴ്സിൽ വിവരമറിയിച്ചത്. കാരന്തൂർ കോണോട്ട് സ്വദേശി ധ്രുവൻ നായരുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. എഞ്ചിനുള്ളിൽ സംഭവിച്ച ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
3G Triple Inauguration 3G Mobile Worldന്റെ 3 ഷോറൂമുകൾ ഒരേ ദിവസം നിങ്ങളുടെ പ്രിയ താരങ്ങളായ അനൂപ് മേനോനും നമിത പ്രമോദും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ജനുവരി 17 രാവിലെ 10 മണിക്ക് കൊയിലാണ്ടി ഷോറൂം, 12 മണിക്ക് മുക്കം ഷോറൂം, വൈകിട്ട് 4 മാവൂർ റോഡ് ലാൻഡ്ഷിപ്പ് മോൾ ഷോറൂം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ബമ്പർ സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിൾ. 3G Mobile World ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര ആൻഡ് കോഴിക്കോട്. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. എല്ലാ രീതിയിലും അധ്യാപക ദ്രോഹ നടപടികളുമായാണ് UDF സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അലി ഇക്ബാൽ. അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് DDE ഓഫീസിലേക്ക് KSTA നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പുവരുത്തുക, 1:30, 1:35 അനുപാതത്തിൽ തസ്തിക സൃഷ്ടിച്ച് അധ്യാപകരെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSTA നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSTA ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി DDE ഓഫീസ് പരിസരത്ത് സമാപിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അലി ഇക്ബാൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാ രീതിയിലും അധ്യാപക ദ്രോഹ നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥി അധ്യാപക അനുപാതം എന്താണ്? അത് 1:45 തന്നെ ആയിരിക്കും എന്ന് പ്രഖ്യാപിച്ചു ഗവൺമെന്റ്. ഇങ്ങനെ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും പാക്കേജുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു കാര്യമുണ്ട്. PK സതീഷ്, RB അബ്ദുള്ള, TP രവീന്ദ്രനാഥ് എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന കലാജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തി. ലഹരിമുക്ത കേരളം, ഐശ്വര്യ കേരളം എന്ന സന്ദേശവുമായാണ് കലാജാഥ സഞ്ചരിക്കുന്നത്. JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ കലക്ടർ CA ലത പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരിമുക്ത കേരളം, ഐശ്വര്യ കേരളം കലാജാഥ 8 ജില്ലകളിലെ പര്യടനത്തിന് ശേഷം കോഴിക്കോട്ടെത്തി. ജനുവരി 1 സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്ത ജാഥയിൽ മജീഷ്യൻ ഇന്ദ്ര അജിത്തിന്റെ മാജിക് ഷോ, നിലം കാസർഗോഡിന്റെ തെരുവ് നാടകം എന്നിവയാണുള്ളത്. കോഴിക്കോട്ടെത്തിയ ജാഥ JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി, പൂവാട്ടുപറമ്പ് എന്നിവിടങ്ങളിൽ പരിപാടി അവതരിപ്പിച്ചു. JDT സ്കൂളിലെ പരിപാടി ജില്ലാ കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. INPRD മേഖലാ ഡയറക്ടർ T വേലായുധൻ അധ്യക്ഷനായിരുന്നു. ഖാദർ പാലാഴി സ്വാഗതം പറഞ്ഞു. JDT ഹൈസ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ കബീർ, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 15 വൈകിട്ട് 4 മണിക്ക് പ്രധാന വേദിയിൽ ഉദ്ഘാടനം നിർവഹിക്കും. DPI രാവിലെ പതാക ഉയർത്തും. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. കൌമാര കേരളത്തിന്റെ കലാഭിരുചികൾ മാറ്റിയിരിക്കുന്ന 7 രാപ്പകലുകൾ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെ 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമാകും. നഗരത്തിലെ 18 വേദികളിലായി 232 ഇനങ്ങളിൽ നടക്കുന്ന മേളയിൽ 11,000-ഓളം പ്രതിഭകളാണ് മത്സരിക്കുന്നത്. അപ്പീലുകൾ കൂടി പരിഗണിക്കുന്നതോടെ മത്സരാർത്ഥികളുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് സ്വാഗതസംഘം ഓഫീസിൽ രജിസ്ട്രേഷൻ തുടങ്ങും. കലോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ K ഗോപാലകൃഷ്ണ ഭട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ADGP N ശങ്കർ റെഡ്ഡി ഫ്ളാഗ് ഓഫ് ചെയ്യും. നഗരപരിധിയിലെ 50 സ്കൂളുകളിൽ നിന്നായി 6,000-ഓളം പേർ ഘോഷയാത്രയിൽ അണിനിരക്കും. റാലി മുഖ്യവേദിയായ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ സമാപിക്കും. തുടർന്ന് 55 കലാധ്യാപകർ അവതരിപ്പിക്കുന്ന സ്വാഗതഗാനത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് അധ്യക്ഷം വഹിക്കും.
മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ്, മന്ത്രിമാരായ ഡോക്ടർ എം കെ മുനീർ, കെ സി ജോസഫ്, എ പി അനിൽകുമാർ, പി കെ ജയലക്ഷ്മി, മേയർ എ കെ പ്രേമജം, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എ പ്രദീപ് കുമാർ, എം പിമാരായ എം കെ രാഘവൻ, എം എ ഷാനവാസ്, ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മുഖ്യവേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം ആരംഭിക്കും. ഉദ്ഘാടന ദിവസം എല്ലാ വേദികളിലും വൈകിട്ട് 6-നാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 21-ന് വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷണം നടത്തും. നടൻ ജയറാം, നടി റീമ കല്ലിങ്ങൽ തുടങ്ങിയവർ മുഖ്യാതിഥികളെ പങ്കെടുക്കും. ADPIമാരായ എൽ രാജൻ, കെ വിനോദ് ബാബു, മീഡിയ കമ്മിറ്റി ചെയർമാൻ കമാൽ വരദൂർ, കൺവീനർ കെ സനോജ്, പബ്ലിസിറ്റി കൺവീനർ യൂസഫ് കോറോത്ത്, DDE ഡോക്ടർ ഗിരീഷ് ചാലിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിവു മാനദണ്ഡമാക്കിയുള്ള സെലക്ഷൻ പ്രക്രിയകൾ നടപ്പാക്കാൻ നമ്മുടെ അത്ലറ്റിക് രംഗം ഇനിയും തയ്യാറാവേണ്ടിയിരിക്കുന്നുവെന്ന് ഒളിമ്പ്യൻ PT ഉഷ. രാജ്യാന്തര കായികമേളകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരുടെ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മാധ്യമപ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ദേശീയ ഗെയിംസിനുള്ള സെലക്ഷൻ രീതി ശരിയല്ലെന്ന് PT ഉഷ അഭിപ്രായപ്പെട്ടു. ടീമിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തത വേണം. അതിൽ പിന്നെ മാറ്റം വരുത്തരുത്. ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ദേശീയ ഗെയിംസിനെ തെരഞ്ഞെടുക്കുമെന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ നടന്നത് അങ്ങനെയില്ലെന്നും ഉഷ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന രാജ്യാന്തര ഗെയിംസ് റിപ്പോർട്ട് ചെയ്തവരുടെ സംഗമത്തിനെത്തിയായിരുന്നു ഉഷ. ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയ മത്സരങ്ങളിൽ വ്യക്തിഗത ഇനങ്ങളിൽ പങ്കെടുത്തവരിലൊഴികെ എല്ലാവർക്കും സെലക്ഷൻ ട്രയലിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ അതുപോലെ നടക്കണം. ഈ അടുത്ത് നടന്ന ഓപ്പൺ നേഷൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ ഫോമിലായിരിക്കുമെന്ന് ഊഹിക്കാം. അവരും അവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരുമാണ് ഗെയിംസിൽ പങ്കെടുക്കേണ്ടത്. അത്ലറ്റിക്സിൽ കേരളത്തിന് നല്ല പ്രതീക്ഷയുണ്ട്. അത് സെലക്ഷൻ വഴി ഇല്ലാതാക്കരുതെന്നും ഉഷ പറഞ്ഞു. ദേശീയ ഗെയിംസിന്റെ മുന്നോടിയായുള്ള ഓട്ടത്തിന് താനുണ്ടാകില്ലെന്നും തന്റെ കുട്ടികൾക്ക് റാഞ്ചിയിൽ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് അതെന്നും അവർ കൂട്ടിച്ചേർത്തു. അപ്പൊ ഈ നമ്മുടെ രീതി, നമ്മുടെ സെലക്ഷൻ, ഇത് എത്ര പറഞ്ഞു കൊടുത്താലും സ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ ഒരു മനുഷ്യർക്കും അത്ലറ്റിക്സിന്റെ ഫിറ്റ്നസ് എന്താണ്, ഏതാണെന്ന് പറയാൻ എല്ലാരും മാസ്റ്റർമാരാ. ആരും പറഞ്ഞ അനുസരിക്കൂല, കേൾക്കൂല, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല എന്താ പറയാ സ്പോർട്സിൽ ഞാൻ കണ്ടതുള്ള ഏറ്റവും നല്ല അപ്രോച്ച്. ഉഷയുടെ ഭർത്താവ് വി ശ്രീനിവാസൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സെക്രട്ടറി TK ബാലനാരായണൻ, P മുസ്തഫ, ടിൻഡു ലുക്ക എന്നിവർ സംസാരിച്ചു. രാജ്യാന്തര കായികമേളകൾ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. Galaxy made of ABS material. 3G ട്രിപ്പിൾ ഇനോഗ്രേഷൻ 3G മൊബൈൽ വേൾഡിന്റെ 3 ഷോറൂമുകൾ ഒരേ ദിവസം നിങ്ങളുടെ പ്രിയ താരങ്ങളായ അനൂപ് മേനോനും നമിത പ്രമോദും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ജനുവരി 17-ന് രാവിലെ 10 മണിക്ക് കൊയിലാണ്ടി ഷോറൂം, 12 മണിക്ക് മുക്കം ഷോറൂം, വൈകിട്ട് 4-ന് മാവൂർ റോഡ് ലാൻഡ്ഷിപ്പ് മോൾ ഷോറൂം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ബമ്പർ സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിൾ. 3G മൊബൈൽ വേൾഡ്, ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര ആൻഡ് കോഴിക്കോട്. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ സ്മരണയ്ക്കായി കോഴിക്കോട് സ്മാരകം നിർമ്മിക്കുന്നു. ശിലാസ്ഥാപനം മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ നിർവഹിച്ചു. സെമിനാർ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. മതപുരോഹിതന്മാരുടെ ബുദ്ധിശൂന്യമായ ആജ്ഞകൾ സമുദായം സ്വീകരിക്കേണ്ടതില്ലെന്ന് MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. ഇബ്രാഹിം സുലൈമാൻ സെട്ടിന്റെ സ്മാരകമായി നിർമ്മിക്കുന്ന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ നിർവഹിച്ചു. ഇബ്രാഹിം സുലൈമാൻ സെട്ട് പഠിപ്പിച്ചത് ഒരുമിച്ച് ജീവിക്കാനുള്ള സംസ്കാരമായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. INL സംസ്ഥാന പ്രസിഡന്റ് SA പുതിയവളപ്പിൽ അധ്യക്ഷം വഹിച്ചു. ജനതാദൾ S ദേശീയ ജനറൽ സെക്രട്ടറി ഡാലിഷ് അലി, മാത്യു T തോമസ് MLA, മാധ്യമം എഡിറ്റർ O അബ്ദുറഹിമാൻ,
INL ദേശീയ പ്രസിഡന്റ് മുഹമ്മദ് സുലൈമാൻ, NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ, INL ദേശീയ ട്രഷറർ ഗംറം നസീർ, IB ശശാങ്കൻ, KP ഇസ്മായിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൾ വഹാബ്, MM മാഹിൻ എന്നിവർ സംസാരിച്ചു. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പുതിയ വർത്തമാനം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. MA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ മുഖ്യ പ്രഭാഷണം നടത്തി. മതപുരോഹിതന്മാരുടെ ബുദ്ധിശൂന്യമായ ആജ്ഞകൾ സമുദായം സ്വീകരിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അവിടെ താലികെട്ട് പരിപാടി ഉണ്ട്. ആ താലികെട്ട് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതൊന്നല്ല, പക്ഷെ ഞങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമായിട്ട്, തെറ്റ് കയറുകയല്ല, ഞങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ആരെ തീർത്താലും എന്റെ 3 മക്കളുടെയും കല്യാണത്തിന് ഞാൻ താലികെട്ടു. എന്റെ വാപ്പയും മുമ്പ് പറഞ്ഞിട്ടുള്ള അങ്ങനെ പണ്ഡിതന്മാരെ പേടിച്ചിട്ടൊന്നല്ല ഞാൻ നടക്കുന്നത്. മനസ്സിലായി? എനിക്കൊരു ചുക്ക് പേടിയില്ല. പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഞാൻ പറയുന്നതിന് കാരണം എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേന് ഉടനെ തന്നെ പറയാം അത് കിതാബിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ 3 സംഘടന ആവശ്യമുണ്ടാവും. CK നാണു MLA, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ, മാധ്യമം ഡെപ്യൂട്ടി എഡിറ്റർ കാസിം ഇരിക്കൂർ, NK അബ്ദുൾ അസീസ്, അജിത് കുമാർ ആസാദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വനവാസികളുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ടുപോകണമെന്നും നമ്മുടെ ദോഷങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും ചരിത്രകാരൻ MGS നാരായണൻ കേരള വനവാസി വികാസ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന റാണി ഗായ് ദിൻല്യു ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ പേരിൽ വനവാസികളെ പുറന്തള്ളരുതെന്ന് ഡോക്ടർ MGS നാരായണൻ അഭിപ്രായപ്പെട്ടു. കേരള വനവാസി വികാസ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റാണി ഗായ് ദിൻല്യു ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനവാസികളുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ടുപോകണമെന്നും നമ്മുടെ ദോഷങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയത വാസ്തവത്തിൽ ഏറ്റവും അധികമുള്ളത് ഈ വനവാസികൾക്കാണ് എന്ന് പറയേണ്ടി വരും. പ്രകൃതിയോട് അടുത്ത് ജീവിക്കുന്നവര്, സ്വാഭാവികമായ സംസ്കാരം ഉള്ള ആളുകൾ. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാസ്തവത്തിൽ അവരുമായി നാം കൂടി കലരുമ്പോൾ നമ്മുടെ ദൂഷ്യങ്ങൾ, നമ്മുടെ ദൗർബല്യങ്ങൾ അവരിലേക്ക് പകരാനല്ല ശ്രമിക്കേണ്ടത്. വാസ്തവത്തിൽ അതാണ് സംഭവിക്കുന്നത് പലപ്പോഴും. ജില്ലാ വനവാസി വികാസ കേന്ദ്രം പ്രസിഡന്റ് മധുകർ V ഗോവറെ അധ്യക്ഷം വഹിച്ചു. കിർത്താസ് ഡയറക്ടർ ഡോക്ടർ S ബിന്ദു, PP രമേഷ് ബാബു, പള്ളിയറ രാമൻ, CR സിലെ, CK സുരേഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് നാഗ സാംസ്കാരിക വിനിമയ സംഘത്തിന് സ്വീകരണവും നൽകി. ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളക്കം മറന്ന അധ്യായമാണ് നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റാണി ഗായ് ദിൻല്യുവിന്റേത്. ബ്രിട്ടീഷ് സർക്കാർ ജീവപര്യന്തം ശിക്ഷിച്ച റാണിക്ക് ഭാരത സർക്കാർ 1982 പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. ഈ വീരേതിഹാസത്തിന്റെ ജന്മശതാബ്ദി വർഷമാണിത്. ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ നാഗ സാംസ്കാരിക സംഘം ദേശപര്യടനം നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായി കോഴിക്കോടെത്തിയ സംഘത്തിനാണ് പൌരസ്വീകരണം നൽകിയത്. ചടങ്ങിനോടനുബന്ധിച്ച് കോഴിക്കോട് ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിന്റെ കളരിപ്പയറ്റ്, നാഗ സാംസ്കാരിക സംഘം അവതരിപ്പിച്ച സാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 3G മൊബൈൽ വേൾഡ്, ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര ആൻഡ് കോഴിക്കോട്. റേഷൻ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 17 പൊതുവിതരണ സംരക്ഷണ സദസ്സും റേഷൻ കാർഡ് തിരിച്ചു നൽകൽ സമരവും സംഘടിപ്പിക്കും. സമരശേഷം പ്രതീകാത്മകമായി റേഷൻ കാർഡുകൾ മുഖ്യമന്ത്രിക്ക് അയച്ചു നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹയർ സെക്കൻഡറി മേഖലയിലെ പ്രിൻസിപ്പൽമാരുടെ ജോലിഭാരം ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് 16, 17 തീയതികളിൽ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ജനസമക്ഷം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് കേരള ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽസ് അസോസിയേഷൻ അറിയിച്ചു. 16 രാവിലെ 11 മണിക്ക് കൽപ്പറ്റ നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരത്തിലെ മികച്ച നടനും നടിക്കും പാർട്ട് ONO ഫിലിംസ് തൃശൂർ ഭരത് PJ ആന്റണിയുടെ പേരിലുള്ള നാടക അഭിനയ പ്രതിഭ അവാർഡുകൾ നൽകും. മത്സരത്തിന് ശേഷം അടുത്ത ദിവസം കലോത്സവം മീഡിയ സെന്ററിൽ അവാർഡുകൾ സമ്മാനിക്കും. ഇത് 2ാം തവണയാണ് പാർട്ട് ONO അവാർഡ് നൽകുന്നത്. പ്രശസ്തി പത്രത്തിന്റെ പ്രകാശനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ കമാൽ വരദൂർ നിർവഹിച്ചു. ട്രാഫ് റോഡ് സേഫ്റ്റി 2014 സംസ്ഥാനതല എക്സലൻസി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ജീവകാരുണ്യ പുരസ്കാരത്തിന് PP മുഹമ്മദ് അലി ഹാജിയെ തെരഞ്ഞെടുത്തു. മാധ്യമരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡുകൾ 5 മാധ്യമ പ്രവർത്തകർക്ക് നൽകും. 25,001 രൂപയും ഫലകവുമാണ് അവാർഡ്. ഫെബ്രുവരി 25 കോട്ടയത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവാർഡുകൾ സമ്മാനിക്കും. അമേരിക്കൻ കലാകാരന്മാരുടെ മാസ്മരിക പ്രകടനങ്ങളുമായി ജംബോ സർക്കസ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ ജനുവരി 16 പ്രദർശനം തുടങ്ങും. അമേരിക്കൻ റിംഗ് ഓഫ് ഡെത്ത്, അറേബ്യൻ ഡാൻസ്,
ഫുട്ബോൾ, ആക്രോബാറ്റിക്സ്, ജംഗ്ലിംഗ് തുടങ്ങിയ ഇനങ്ങൾ കൂടാതെ മൃഗങ്ങളുടെ കായിക പ്രകടനങ്ങൾ, മനോഹരമായ മക്കാവോ തത്തകൾ എന്നിവയും സർക്കസിന്റെ പ്രത്യേകതകളാണെന്ന് മീഡിയ കോർഡിനേറ്റർ ഹരിനായർ പറഞ്ഞു. ദിവസേന 3 പ്രദർശനങ്ങളാണ് ഉണ്ടായിരിക്കുക. വർഗീയ ഫാസിസത്തിനെതിരെ മതേതര മുന്നേറ്റത്തിന് എന്ന മുദ്രാവാക്യവുമായി വടകര പാർലമെന്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് PK രാഗേഷ് നയിക്കുന്ന യുവ ജാഗ്രത യാത്ര രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30 കൊയിലാണ്ടിൽ നിന്നും ആരംഭിക്കും. 6 ദിവസത്തെ യാത്രയുടെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ M. ലിജു നിർവഹിക്കും. വടകര പാർലമെന്റിലെ 7 അസംബ്ലി മണ്ഡലത്തിലെ 57 പഞ്ചായത്തിലൂടെയും കടന്നുപോകുന്ന യാത്ര ഫെബ്രുവരി 4 മേപ്പയിൽ സമാപിക്കും. സമാപന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അകാലത്തിൽ മരണപ്പെടുന്ന പോലീസ് സേനാംഗങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് MK രാഘവൻ MP. ഇതിന് പോലീസ് സംഘടനകൾ നേതൃത്വം നൽകണമെന്നും അദ്ദേഹം. അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്ന് വൈദ്യുതി വിജിലൻസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. സംസ്ഥാന സ്കൂൾ കലോത്സവം കർശന സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ. പുതിയ വിഭവങ്ങൾ അണിയിച്ചൊരുക്കി പാചകരാജാവ് പഴയിടം മോഹനൻ നമ്പൂതിരിയും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.